അഖിൽമാരാരും നിഷാനും തമ്മിൽ അടിയുണ്ടായി. അതായത് ഒരു രണ്ട് മതങ്ങൾ തമ്മിലുള്ള അടികളാകാവുന്ന രീതിയിലേക്ക് അത് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊരു വീഡിയോ. ഇതിന് അഖിൽമാരാരെ ഇങ്ങനെ പറഞ്ഞതിന് നിഷാന്റെ വണ്ടി തല്ലിപ്പൊളിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊരു രീതിയിലുള്ളൊരു സത്യം പറഞ്ഞ നിഷ്കളങ്കമായിട്ടൊരു ദേഷ്യം വന്നു. ഒരു സ്ത്രീ ഒരു പുരുഷനെ എക്സ്പോസ് ചെയ്ത് കാണിച്ചാലും അത് സ്ത്രീയാണ് തെറ്റുകാരി, നീ എന്തിനാണ് ഇരുന്ന് കൊടുത്തതെന്നൊക്കെയുള്ള കമന്റ്സ് അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇവന്മാർ ആലോചിക്കുന്നില്ല ആ പെൺകുട്ടി അപ്പോൾ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ. ബോഡി ഷെയ്മിങ് തെറ്റാണ്. കാരണം മറ്റൊരാളുടെ ശരീരത്തിനെ കുറിച്ച് നമുക്ക് കമന്റ് ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. ബോക്സിംഗ് എന്ന് പറയുന്നതൊക്കെ ഒരുപാട് പാഷനോടുകൂടി കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ മണവാളിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് അവരെ അവഹേളിക്കുന്ന രീതിയിലായിപ്പോ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുടെ ഷാലു. ഇന്ന് എന്റെ കൂടെയുള്ള വ്യക്തി എന്ന് പറയുന്നത് റിയാക്ഷൻ വീഡിയോയിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ സോനു സജീവാണ്. വെൽക്കം ടു ഷോ. താങ്ക് യു. ഓക്കെ, സോനുവിന്റെ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അന്നേരമുള്ള ടോപ്പിക് എന്താ ഏതാ നോക്കാതെ കിടന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ അങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ റീസെന്റ് എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? കേസ് വരും. അതായത് എൻ്റെ പേരിൽ കേസുകളൊക്കെ ആയിട്ട് എനിക്ക് 2-3 കേസുകളോളം വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ ഫേക്കിനെയൊക്കെ സ്കാമുകളൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അവർ നമ്മുടെ പേരിൽ അവർക്ക് പിടിച്ചേക്കാൻ വേണ്ടിയിട്ട് വേറെ രീതിയിലുണ്ട് കേസ് കൊടുക്കും. അത് അങ്ങനെ കുറെ പണികൾ കിട്ടിയിട്ടുണ്ട്. അല്ലാത്ത പണികളൊന്നും കിട്ടിയിട്ടില്ല. അല്ലാത്ത പണികൾ ഭീഷണി, നിന്നെ കൊല്ലും. അതായത് നമ്മള് ഒരു കണ്ടന്റ് റിയാക്ട് ചെയ്യുമ്പോൾ അങ്ങനെ വരും. അതായത് നമ്മൾ ഈ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ മതത്തിനെയോ ഒക്കെ നമ്മൾ വിമർശിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരും. പണ്ടൊക്കെ സ്ഥിരമായിട്ട് വരുമായിരുന്നു, ഇപ്പൊ കുറച്ച് കുറഞ്ഞു. അതെന്താണ് അങ്ങനെ കുറയാൻ കാരണം? ഫീൽ ചെയ്യാൻ എന്താണ് റീസൺ? എന്തെങ്കിലും ഉണ്ടോ? ഒന്നെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവുക, ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കറക്റ്റ് ആണെന്ന് അവർക്കും തോന്നി കാണും. അതായിരിക്കാം, അവർക്ക് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോ അവർക്കത് കറക്റ്റായിട്ട് തോന്നി കാണും. ഓക്കെ, ഇപ്പം ഈ ഒരു സംഭവം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ നമ്മുടെ ഷാജഹാൻ നിഷാൻ ഇഷ്യൂ അറിയാലോ. ആ ഒരു ഇഷ്യൂല് നിഷാൻ എന്ന് പറയുന്ന വ്യക്തിയെ ആരൊക്കെ ഉപദ്രവിച്ചു, കുടുംബം നിൽക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ് ഭയങ്കര മനസ്സൊക്കെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോ അവർ ചെയ്തു. അതിനുശേഷം ഷാജഹാൻ പിന്നെ നിഷാനുമായിട്ട് വീഡിയോ ചെയ്തു, എങ്ങനെയാണെങ്കിലും വെറുതെ വിടില്ല എന്നുള്ള രീതിയിൽ. ഒരു മതവർഗീയത ഉണ്ടാവാവുന്ന സാഹചര്യമാണ് അവർ ക്രിയേറ്റ് ചെയ്തത്. അത്രയും ഒരു ഇതുണ്ടാക്കിയതിന് ശേഷം പിന്നീട് അത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് സ്ക്രിപ്റ്റഡ് ആണെന്ന് അറിയുന്നു. സോ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് സോനുവിന്റെ പേഴ്സണൽ അഭിപ്രായം എന്താണ്? ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ തുടക്കം മുതലേ നോക്കണം. ഈ നിഷാൻ എന്ന് പറഞ്ഞ വ്യക്തി അഖിൽമാരാർക്കെതിരെ ഒരു വീഡിയോ ചെയ്തു. അത് കത്തി കയറിയതുമല്ല, അഖിൽമാരാർ തിരിച്ച് റിയാക്ട് ചെയ്തു കഴിഞ്ഞിട്ട് 1 അല്ല 2 അല്ല എനിക്ക് തോന്നുന്നു 3 വീഡിയോകളും അഖിൽമാരാർക്കെതിരെ നിഷാൻ ചെയ്യുകയുണ്ടായി. അത് കത്തി നിൽക്കുന്ന സമയം, അതായത് അഖിൽമാരാരും നിഷാനും തമ്മിൽ അടിയുണ്ടായി. അതായത് ഒരു രണ്ട് മതങ്ങൾ തമ്മിലുള്ള അടികളാകാവുന്ന രീതിയിലേക്ക് അത് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടൊരു വീഡിയോ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ വന്നപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ താരൊക്കെ കരയുന്ന രീതിയിലുള്ള BGM ഒക്കെ കയറ്റിയിട്ടാണ് ആ വീഡിയോ വരുന്നത്. സത്യം ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും അഖിൽമാരാരോട് ആദ്യം ഒരു ചെറിയൊരു ദേഷ്യം തോന്നി. കാരണം ഇങ്ങനെ പറഞ്ഞതിന് അഖിൽമാരാരെ ഇങ്ങനെ പറഞ്ഞതിന് നിഷാന്റെ വണ്ടി തല്ലിപ്പൊളിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊരു രീതിയിലുള്ളൊരു സത്യം പറഞ്ഞ നിഷ്കളങ്കമായിട്ടൊരു ദേഷ്യം വന്നു, അഖിൽമാരാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ഇതിന്റെ ഈ സോഷ്യൽ മീഡിയ എന്താണെന്നോ ഈ സ്ക്രിപ്റ്റ് എന്താണെന്നോ ഒന്നും അറിയാത്ത സാധാരണക്കാർ ഇങ്ങനെ രണ്ട് ഇതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും തോന്നുക? തീർച്ചയായിട്ടും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം തോന്നും. അഖിൽമാരാൻ അതിനെ തൊട്ടുന്നതുകൊണ്ട് ഭീഷണിയൊക്കെ ചെല്ലുകയൊക്കെ ഉണ്ടായി. നീ ഞങ്ങളുടെ ചെറുക്കനെ തൊട്ടു, നിനക്ക് വരുന്നുണ്ട് പണിയെന്നും പറഞ്ഞുകൊണ്ട് അഖിൽമാരാർക്ക് ഒരു ഭീഷണി എന്നായിട്ട് നിഷാൻ തന്നെ നിഷാന്റെ വീഡിയോയിലൂടെ പുറത്തു വിടുന്നുണ്ട്. ഇത്രയും വിഷയങ്ങൾ കത്തി നിന്നപ്പോഴും ഇത് സ്ക്രിപ്റ്റ് ആണെന്ന് അവർ പറയുന്നില്ല. വീണ്ടും ഇത് കത്തിക്കാനാണ് നോക്കിയത്. അതായത് ഇവന്റെ വണ്ടി തല്ലിപ്പൊളിച്ച ആളിനെ കണ്ടുപിടിച്ചു, പിന്നെ ഷാജഹാൻ കയറി വരുന്നു, ഷാജഹാൻ രക്ഷകനാവുന്നു. അങ്ങനെ ഷാജഹാന് സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ടൊരു പയ്യനെ കണ്ടുപിടിക്കുന്നു, അവനെ പിടിച്ചിടിക്കുന്നതായിട്ടൊരു വീഡിയോ എടുക്കുന്നു. അപ്പോഴെങ്കിലും ഈ സ്ക്രിപ്റ്റ് പൊളിയുന്നില്ല. ഈ സ്ക്രിപ്റ്റ് എപ്പോഴാണ് പൊളിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാജഹാന്റെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നല്ലോ, ആ ഗ്യാങ്ങിൽ നിന്ന് ആൾക്കാർ പിരിഞ്ഞു പോകാൻ തുടങ്ങി. ഷാജഹാന്റെ സ്വഭാവം കാരണം അത് പിരിഞ്ഞു പോയിട്ട് ഒരു പയ്യൻ ഇത് പുറത്ത് വിട്ടപ്പോഴാണ് ഇത് സ്ക്രിപ്റ്റ് ആയിരുന്നു എന്ന് നാട്ടുകാർ അറിയുന്നത്. അതുവരെ ഇവന്മാർ ആ സ്ക്രിപ്റ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാണ്. അതായത് നിഷാന്റെ ബാപ്പയെ വിളിക്കുന്നു, ഞങ്ങളിത് ഇവനെ പൂർണ്ണ സംരക്ഷണം ഷാജഹാൻ ഏറ്റെടുത്തായിട്ട് പറയുന്നു. അങ്ങനെ ജനങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കബളിപ്പിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ സ്ക്രിപ്റ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിഷാൻ വന്ന് പറയുന്നത് ഷാജഹാനാണ് സ്ക്രിപ്റ്റ് എഴുതിയെന്നും ഷാജഹാൻ വന്ന് പറയുന്നത് നിഷാനാണ് സ്ക്രിപ്റ്റ് എഴുതിയെന്നാണ്. പക്ഷെ ആര് സ്ക്രിപ്റ്റ് എഴുതിയാലും
മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു ഇവർ ചെയ്തു വെച്ചത്. അതെ, ഒരു പക്ഷേ ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നവർ തമ്മിൽ ഒരു ഇതുണ്ടായിരുന്നില്ലെങ്കിൽ ഇത് ഒരു വലിയൊരു കലാപത്തിലേക്ക് തന്നെ പോയ. തീർച്ചയായിട്ടും ഷാജഹാനുമായിട്ട് അവന്മാരെ തെറ്റിപ്പിരിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടെ അവന്മാര് തീ കത്തിച്ച് വിട്ടേനെ. കുറച്ചുകൂടെ ഒന്ന് കത്തി നിന്നതിന് ശേഷം എങ്ങനെയെങ്കിലും ഇത് എനിക്ക് തോന്നുന്നു വേറെ ആരെങ്കിലും പറഞ്ഞറിഞ്ഞു എല്ലാം പുറത്തു വരികയുള്ളൂ. അതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഒരു അടിയോ പിടിയോ ഉണ്ടായേനെ. കാരണം അതുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുമായിരുന്നു. കാരണം അത്രയും ഭീഷണികൾ അഖിൽമാരാർക്കും വരുന്നുണ്ട്. തിരിച്ച് അഖിൽമാരാറിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അഖിൽമാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നിഷാനും ഭീഷണികൾ അയക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ നിന്നപ്പോൾ തീർച്ചയായിട്ടും അടി ഉണ്ടായേനെ. കലാപത്തിലേക്ക് പോകാൻ 100% ചാൻസ് ഉണ്ടായിരുന്നു. മനസ്സിലായി. ഇപ്പം നമ്മൾ മണവാളന്റെ കേസ് എടുക്കാന്നുണ്ടെങ്കിൽ ബോക്സിങ്ങിന്റെ ഇതില് ചാമ്പ്യൻഷിപ്പ് ഒക്കെ നേടിയെന്ന് പറഞ്ഞു. 2 years ബാക്ക് കുഴഞ്ഞു വീണ് ഒരവസ്ഥയിൽ നിന്ന് ഇപ്പം ഗോൾഡ് മെഡൽ ഒക്കെ നേടിയെന്ന് പറഞ്ഞിട്ട് നീലക്കുയിലടക്കം എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയാസ് എല്ലാം വന്നു ഭയങ്കര നല്ല രീതിക്ക് വെല്ലുവിളിച്ച് വീഡിയോ ഒക്കെ ചെയ്തു. പിന്നീടാണ് കൂടെ ഫൈറ്റ് ചെയ്ത ആളുടെ വോയിസ് പുറത്ത് വരുന്നത്. ഇവരെന്തോ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്തതാന്നുള്ളത്. ആൾക്ക് മറ്റേ ആൾക്കാണെങ്കിൽ 6 മാസത്തെ എന്തോ ഒരു ട്രെയിനിങ് എങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടാണ് ആ ഒരു പയ്യനെ പിടിച്ചാണ് മണവാളൻ ഫൈറ്റിന് കൊണ്ടുവരുന്നത്. അതാണ് ശരിക്കുള്ള സംഭവം. സോ ഈ ഒരു വിഷയത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ബോക്സിങ്ങിനെ പറ്റിയിട്ടല്ല, മണവാളൻ ഇതുപോലെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്ത ആക്ട് ആണ്. ആളൊരു സക്സസ്ഫുൾ ആണെന്ന് കാണിക്കാൻ, ഞാനിത് ലൈഫിൽ അച്ചീവ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്ത. പക്ഷെ അത് നിഷാനൊക്കെ ചെയ്തു വെച്ച് നോക്കുമ്പോൾ മണവാളൻ ചെയ്തൊന്നും ഒന്നുമല്ല. അത് മണവാളിന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മണവാളൻ ചെയ്തൊരു കാര്യം കുറെ പേര് വന്ന് വെല്ലുവിളിക്കുന്നതേ ഉള്ളൂ. അതിന് മണവാളിനെ വേണമെങ്കിൽ നമുക്കൊന്ന് വിമർശിക്കാം. കാരണം ഈ ഒരു ബോക്സിംഗ് എന്ന് പറയുന്നതൊക്കെ ഒരുപാട് പാഷനോടുകൂടി കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ മണവാളിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് അവരെ അവഹേളിക്കുന്ന രീതിയിലായിപ്പോ. അത്രേ ഉള്ളൂ, ആ ഒരു വിഷയത്തിൽ അത്രേ ഉള്ളൂ. പക്ഷെ നിഷാൻ നമ്മുടെ വിഷയം അത് കുറച്ചുകൂടെ സീരിയസ് ആണ്. ഇപ്പം ഇങ്ങനെ ഓരോ ടോപ്പിക്കുകൾ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നതിൽ എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യമാണ്, ഇപ്പം നമ്മൾ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് കുറെ പേര് ഗിത്താറും പിടിച്ചതിന് ഇനി ഒന്നും വേണ്ട, ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊട്ടി പാട്ടൊക്കെ പാടി ഒരു പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കുന്നത്. കുറെ പേര് അത് എൻജോയ് ചെയ്യുന്നു എന്ന് പറയുന്നു, കുറെ പേര് അത് പിന്നെ പബ്ലിക് ന്യൂസൻസ് ആണെന്ന് പറയുന്നു. സോ സോനുവിന്റെ പേഴ്സണൽ അഭിപ്രായം എന്താണ്? നമ്മൾ മലയാളികൾ സിവിക് സെൻസിൽ ഒത്തിരി മുന്നിലാണെന്നാണ് പറയുന്നത്. ഈ പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ ഇതുപോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ബഹളം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ സിവിക് സെൻസിന്റെ അഭാവം തന്നെയാണ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ എന്താണ് മലയാളികൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഈ റീസെന്റ് ആയിട്ടാണ് ഒരു പയ്യൻ പബ്ലിക് പ്ലേസിൽ ചെന്ന് പാടുന്നതിന് എനിക്കൊന്നും പറയാനില്ല. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് മാറി നിൽക്കാം. പക്ഷെ രാത്രിയിൽ കുറെ പേര് പണിയൊക്കെ കഴിഞ്ഞിട്ട് ബസ്സിനകത്ത് കയറിയിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കയറി പാടിക്കഴിഞ്ഞാൽ അവരുടെ ലാസ്റ്റ് ബസ് ആയിരിക്കാം, അവർക്ക് ഇറങ്ങി മാറി നിൽക്കാൻ പറ്റൂല. പലരും അതിനകത്ത് അവനെ നോക്കുന്ന ഒരുമാതിരി ഇവനത് എന്ത് തേങ്ങയാണ് ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള നോട്ടങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ആൾക്കാർ അവനെ സപ്പോർട്ട് ചെയ്തോട്ടെ. അവന് കഴിവുള്ള പയ്യനാണ്. പക്ഷെ ചെയ്യുന്ന കാര്യം, അവന് പാടുന്ന സ്ഥലങ്ങൾ മാറിപ്പോകുന്നുണ്ട്. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്ന ആളിനെ തെറി വിളിക്കാതെ അവനോടത് പറഞ്ഞു കൊടുത്താൽ പോരെ. പക്ഷെ അത് ചെയ്യൂല. നമ്മൾ വിമർശിച്ചു കഴിഞ്ഞാൽ വിമർശിക്കുന്ന ആളിനെയാണ് തെറി വിളിക്കുന്നത്. ഓക്കെ, ഇപ്പം വേറൊരു കാര്യം ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാല്, ലേഡീസിനെതിരെ വരുന്ന അതിക്രമങ്ങൾ, അതിപ്പം ഏത് പബ്ലിക് സ്പേസിലായിക്കോട്ടെ എന്തായിക്കോട്ടെ, ചില ലേഡീസ് അത് കറേജിയസ് ആയിട്ട് വീഡിയോസും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാലും പലരും ആ ലേഡീനെയാണ് കുറ്റം പറയുന്ന സാഹചര്യം വരുന്നത്. അതിപ്പം നമുക്ക് നേരെ വരുന്ന സെക്ഷൽ ഹറാസ്മെന്റ് ആയിക്കോട്ടെ, ഇനി അല്ല ഫിസിക്കൽ അസോൾട്ട് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ. സോ അതിനെ പറ്റിയിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തി എന്ന രീതിയിൽ എന്താണ് സോനുവിന് പറയാനുള്ളത്? ഇത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഈ സ്ത്രീകളുടെ സൈഡ് അവർ ആലോചിക്കാറില്ല. പല നമ്മുടെ ഒരു 80% പുരുഷന്മാരും അവർ പോകുന്നു, ജോലി എടുക്കുന്നു, തിരിച്ചു വരുന്നു എന്നുള്ള ഇതിലല്ലാതെ അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ചിന്തിക്കുന്നില്ല. അവർ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്ന്, അതായത് അവർ കാണുന്ന എന്താണ്, വീട്ടിൽ അമ്മ ഫുഡ് ഉണ്ടാക്കുന്നു, അച്ഛൻ പറയുന്നത് അനുസരിക്കുന്നു, അമ്മ അച്ഛനെ തിരിച്ചൊന്നും പറയുന്നില്ല എന്നുള്ള രീതിയിലല്ലാതെ അമ്മയെ അവരെ സ്നേഹിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അമ്മയ്ക്ക് അമ്മയുടേതായ ഒരു മാനസികാവസ്ഥയൊക്കെ ഉണ്ട്. അത് അച്ഛൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഒരു മക്കളും മനസ്സിലാക്കുന്നില്ല. 80% ആൺമക്കളും. ബാക്കി ആൺമക്കൾ മനസ്സിലാക്കുന്നത് അമ്മയുമായിട്ട് യാത്ര പോകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു സ്ത്രീ ഒരു പുരുഷനെ എക്സ്പോസ് ചെയ്ത് കാണിച്ചാലും അത് സ്ത്രീയാണ് തെറ്റുകാരി, നീ എന്തിനാണ് ഇരുന്ന് കൊടുത്തതെന്നൊക്കെയുള്ള കമന്റ്സ് അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇവന്മാർ ആലോചിക്കുന്നില്ല ആ പെൺകുട്ടി അപ്പൊ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ. അതുകൊണ്ടാണ് സവാദിനൊക്കെ മാലയിടാൻ വേണ്ടി കുറെ പേര് പോയത്. ആ പെൺകുട്ടി അവിടെ ഇരുന്നുകൊണ്ട്
സവാദ് മോശമായിട്ട് കാണിക്കുകയും ആ പെൺകുട്ടി വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ട് പോലും സവാദിനെ സപ്പോർട്ട് ചെയ്യാൻ പോയതിന്റെ ഒരു സാഹചര്യമാണ്. പല ആണുങ്ങളും എന്താണ് അപ്പോൾ സ്ത്രീകളുടെ മനസ്സിൽ വരുന്നത് എന്നുള്ളത് ആലോചിക്കുന്നില്ല. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ നല്ലപോലെ വരുന്ന ഒരു വ്യക്തിയാണ് സോനു എന്ന് പറയുന്നത്. സോ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോ എന്താണ് സോനുവിന്റെ ഒരു റിയാക്ഷൻ? അടുത്ത 2 വീഡിയോ കൂടെ ചെയ്യാനുള്ള ഒരു ഊർജം കിട്ടും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഒന്നും മൈൻഡിലോട്ട് എഫക്റ്റ് ആവാറില്ല? ഇല്ല, തുടക്കകാലങ്ങളിൽ എന്താണ് ആൾക്കാർ ഞാൻ പറയുന്ന കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പോകെ പോകെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഇതാണ്. നമ്മളിപ്പോ നല്ലത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് വേണ്ട, അവർക്ക് നെഗറ്റീവ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് മതി എന്നുള്ളൊരു ഇതിലേക്കാണ്. അപ്പോ അത് അഡ്ജസ്റ്റ് ആയിപ്പോയി. ഓക്കെ, എന്തുകൊണ്ടാണ് റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന ഈ ഒരു മേഖല തെരഞ്ഞെടുത്തത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പഴയൊരു കഥയാണ്. അതായത് നമ്മുടെ ഈ കൊറോണ സമയത്ത്, ആ ഒരു സമയത്ത് എല്ലാവരും യൂട്യൂബ് തുടങ്ങി, ഞാൻ യൂട്യൂബ് തുടങ്ങി. എന്തിടണമെന്ന് അറിയത്തില്ല. നാട്ടിലെ കുറെ എന്താ പറയാ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നൊരു സമയമാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമും അപ്പോൾ ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ. ആ ഒരു സമയത്താണ് ഈ കൊറോണയുടെ തന്നെ ന്യൂസ്, നമ്മുടെ പല ന്യൂസ് ചാനൽസും മൂന്ന് രീതിയിൽ കൊടുക്കാൻ തുടങ്ങിയത്. ഞാൻ അപ്പോഴേ ചുമ്മാ അന്ന് ആ ഒരു സമയത്താണ് ന്യൂസ് ചാനലുകളും കാണാൻ തുടങ്ങിയത്. അപ്പൊ അന്ന് ഞാൻ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചു. അപ്പോൾ ഈ വാർത്താ ചാനലാണ് ആൾക്കാർ ന്യൂസിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ആ വാർത്താ ചാനൽ തന്നെ മൂന്ന് ചാനലില് 3 രീതിയിൽ ഒരേ വാർത്ത തന്നെ കൊടുക്കുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഇതിലൊരു ക്ലാരിറ്റി കൊടുക്കണം, ഇതെന്താ ആരും പറയാത്തതെന്നൊക്കെ തോന്നിയപ്പോഴാണ് റിയാക്ഷൻ വീഡിയോയിലേക്ക് ഞാൻ വന്നത്. എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ഇൻഫർമേഷൻ പ്ലസ് റിയാക്ഷൻ ആണ് എൻ്റെ ഒരു കണ്ടന്റ്. ഓക്കെ, അപ്പൊ ആളുകളിലോട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുക. ഓക്കെ, അപ്പം ബോഡി ഷേമിംഗ് എന്നൊരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് എന്താണ് സോനുവിന്റെ ഒരു അഭിപ്രായം? ബോഡി ഷേമിംഗ് തെറ്റാണ്. കാരണം മറ്റൊരാളുടെ ശരീരത്തിനെ കുറിച്ച് നമുക്ക് കമന്റ് ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. നമുക്ക് നമ്മുടെ ശരീരം എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ മറ്റൊരാള് അവരുടെ ശരീരം എങ്ങനെ വെക്കണം, അവർക്കിപ്പോ ടാറ്റു കുത്തണമെങ്കിൽ ടാറ്റു കുത്താം, അവർക്കിപ്പോ എന്താ പറയാ അതിലിപ്പോ എന്താ ഈ സ്റ്റഡ്സ് ഒക്കെ കുത്തിയിടുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അങ്ങനെ അത് മറ്റൊരാൾക്ക് കാണുമ്പോൾ അത് പെയിൻഫുൾ ആയിട്ട് തോന്നുമെങ്കിലും അവർക്ക് താല്പര്യമാണെങ്കിൽ അത് ചെയ്യാം. അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ളതാണ്. പിന്നെ കുറച്ചു പേർക്ക് വണ്ണത്തോടെ ഇരിക്കാനാണ് ഇഷ്ടം, കുറച്ചു പേർക്ക് ബോഡി ബിൽഡ് ചെയ്യാനാണ് ഇഷ്ടം. ബോഡി ബിൽഡ് ചെയ്ത് വന്നാലും നീ മസിലിനാണ്, മസിൽമാൻ ആണെന്ന് പറഞ്ഞ് കളിയാക്കും. വണ്ണത്തോടു കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര പൊണ്ണത്തടിയാണെന്ന് പറഞ്ഞ് കളിയാക്കും. ഇത് എന്ത് ചെയ്താലും കളിയാക്കാൻ ആൾക്കാരുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് പോകാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ജീവിതം സോനുവിനെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠം എന്താണ്? ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നുള്ള പാഠം മാത്രം. അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് തോന്നാനുണ്ടായ ഒരു സാഹചര്യം അല്ലെങ്കിൽ സിറ്റുവേഷൻ എന്തായിരുന്നു? അത് കുറച്ച് പേഴ്സണലാണ് പറയാൻ. ഓക്കെ, പേഴ്സണലി നമ്മൾ പറയണ്ട. ഓക്കെ, അപ്പം അതിൽ നിന്ന് വലിയൊരു പാഠം പഠിച്ചു. അതിനുശേഷം വീണ്ടും ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളത്തിൽ വീഴാൻ പേടിച്ചോ, അതോ ഈ ഒരു ലെസൺ കിട്ടി മുന്നോട്ട് ശക്തമായി പോയോ? എന്താണ് ഉണ്ടായത്? അല്ല, ചൂടുവെള്ളത്തിൽ വീണാലും നമ്മള് ചൂടുവെള്ളത്തിൽ ഇറങ്ങേണ്ട സാഹചര്യമാണെങ്കിൽ ഇറങ്ങുക തന്നെ ചെയ്യും. നമ്മൾ അങ്ങനെ ചെയ്തൊരു കാര്യം ചെയ്തു പോയി, അതിപ്പോ നമ്മൾ മനസ്സ് വെച്ചോണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അടുത്തൊരാൾക്ക് അതേ ഒരു സാഹചര്യം വരുമ്പോ അയാളിൽ നിന്ന് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെയാണ് ചെയ്യേണ്ടത് ചെയ്തു പോകും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സോനുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, അനിയൻ. ഓക്കെ, അപ്പൊ മാരീഡ് അല്ല? അല്ല, മാരീഡ് അല്ല. ഓക്കെ, അപ്പം റിയാക്ഷൻ വീഡിയോ മാത്രമല്ലാതെ വേറെ എന്താണ് ചെയ്യുന്നത്? ഞാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IT പ്രൊഫഷണലാണ്. കുറച്ചുനാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിംഗപ്പൂരിൽ പോയി അവിടെ ഒരു സൈബർ സെക്യൂരിറ്റിയിൽ ഒരു മാസ്റ്റേഴ്സ് എടുക്കാൻ പോയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ നാട്ടിൽ വന്ന് ഇപ്പൊ കണ്ടന്റ് ക്രിയേഷൻ ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പൊ റിയാക്ഷൻ വീഡിയോ അല്ലാതെ വേറെ ഇല്ലപ്പോ? ഉണ്ട്, വേറെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ. ഓ, അപ്പൊ റിയാക്ഷൻ വീഡിയോ മാത്രല്ല വേറെ രീതിയിലോട്ട് ഒരു കുറച്ച് നമ്മള് ഫണ്ണി ആയിട്ടൊക്കെയാണോ? ഫണ്ണി ഒക്കെ ആയിട്ടാണ്. ഞാനിപ്പോ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് എനിക്കൊന്ന് ആ ഒരു ലിബറൽ ആയിട്ട് കുറച്ചൊന്നല്ലേ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടുള്ള ഒരു സോനു ആവണം എന്നുള്ളൊരു ഇത് ഉണ്ട്. എന്താണ് പ്രേക്ഷകരോട് പിന്നെ സോനുവിന് പറയാനുള്ളത്? എന്തിനെ പറ്റിയായിരുന്നു? എന്തിനെ പറ്റിയാണോ? അങ്ങനെയല്ല, പ്രേക്ഷകർക്ക് ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടല്ലോ. എന്ത് മെസ്സേജ് കൊടുക്കാനുള്ളത്? സോനുവിന്റെ ഒരു ലൈഫിൽ നിന്ന് കിട്ടിയ മെസ്സേജ് ആവാം, എന്തിനാണെങ്കിലും. മെസ്സേജ് എന്ന് പറയാൻ ആരും ട്രോളരുത്. നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ സത്യം പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരും. സത്യം പറഞ്ഞാൽ തല പോകുന്ന കേസ് കെട്ടുള്ള വരും. പക്ഷെ നിങ്ങൾ ആ ഒരു സമയത്താണെങ്കിലും ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞേക്കണം.
അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ തലയൊന്നും പോയില്ലെന്ന് വരാം, പക്ഷേ പിന്നെ ഭാവിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കും. അപ്പോൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട ആൾക്കാരോട് പറഞ്ഞു പോകണം. അത്രേ ഉള്ളൂ. ഓക്കെ, വളരെ നല്ല പോയിന്റ് ആണ്. ആ പോയിന്റ് എടുക്കുക, പിന്നെ ലൈഫിൽ നിങ്ങൾക്ക് പ്രാവർത്തികമാകട്ടെ. അപ്പൊ ഇത്രയും നേരം ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തതിന് ഒത്തിരി താങ്ക് യു.